അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ടിലെ മൂന്നാമത്തെ പാഠത്തിലെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാമിന്റെ ഇനി വരുന്ന പാഠങ്ങളുടെ തദ്രീബാത്തെല്ലാം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്ന ഷാഹിൽ EDU എന്നതിൻ്റെ പ്രൊഫൈൽ ഐക്കണിൽ നിങ്ങൾ ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് തന്നെ എൻ്റെ ചാനലിൻ്റെ ഹോം പേജിൽ പോകാൻ സാധിക്കും. അതിൻ്റെ തൊട്ടടുത്ത് വീഡിയോസ്, പ്ലേലിസ്റ്റ് എന്നൊക്കെ ഓപ്ഷൻ ഉണ്ടാകും. അതിൽ പ്ലേലിസ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഞാൻ എടുക്കുന്ന ക്ലാസിൻ്റെ ഓരോ സബ്ജക്റ്റിൻ്റെയും ഫസ്റ്റ് പാർട്ട് എന്ന പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ട് എന്ന പ്ലേലിസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ എടുക്കുന്ന പാഠങ്ങളുടെ തദ്രീബാത്ത് കൂട്ടുകാർക്ക് ലഭ്യമാകും. ഈ പാഠത്തിന്റെ തദ്രീബാത്തെല്ലാം നോക്കുന്നതിന് മുമ്പ് ഈ പാഠം ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. അദർസു സാലിസ്, മൂന്നാമത്തെ പാഠം, യാ അയ്യുഹൽ മുദ്ദസിർ. ആദ്യത്തെ പാരഗ്രാഫ് നോക്കൂ. കുറച്ച് ദിവസം വഹി ലഭിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണാൻ കൊതിയായി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടു. ആകാശഭൂമിക്കിടയിൽ ഇരിക്കുന്നു. മലക്കിനെ യഥാർത്ഥ രൂപത്തിൽ കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉൾക്കിടലത്തോടെ വീട്ടിലേക്ക് മടങ്ങി. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുതപ്പിച്ചു. അപ്പോൾ വീണ്ടും വഹിയുണ്ടായി. സൂറത്തുൽ മുദ്ദസ്സിറിലെ ആദ്യത്തെ 7 ആയത്തുകൾ അവതരിച്ചു. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻസിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ വറുജ്സ ഫഹ്ജുർ വലാ തംനുൻ തസ്തക്സിർ വലിറബ്ബിക ഫസ്ബിർ. പ്രബോധനം തുടങ്ങാനുള്ള ആഹ്വാനമായിരുന്നു ഈ വചനങ്ങളിൽ ഉണ്ടായിരുന്നത്. അതോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രഹസ്യ പ്രബോധനം ആരംഭിച്ചു. പ്രിയതമ ഖദീജ റളിയല്ലാഹു അൻഹ ആദ്യം ഇസ്ലാം സ്വീകരിച്ചു. പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, സുബൈർ റളിയല്ലാഹു അൻഹു, ത്വൽഹ റളിയല്ലാഹു അൻഹു തുടങ്ങിയവർ ഇസ്ലാം ആശ്ലേഷിച്ചു. രഹസ്യ പ്രബോധനം 3 വർഷം നീണ്ടുനിന്നു. പലരും ഇസ്ലാം സ്വീകരിച്ചു. പിന്നീട് പരസ്യ പ്രബോധനത്തിനുള്ള കൽപ്പന വന്നു. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫ കുന്നിന്മേൽ കയറി ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഓടിവരൂ, ഓടിവരൂ. കേട്ടവരെല്ലാം കുന്നിന് താഴെ എത്തിച്ചേർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ചോദിച്ചു, ഈ മലയുടെ പിറകിലൂടെ ഒരു കുതിരപ്പട നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അവർ ഏകസ്വരത്തിൽ പറഞ്ഞു, അതെ, നിങ്ങൾ കളവ് പറഞ്ഞതായി ഞങ്ങൾക്ക് അനുഭവമില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ നിങ്ങൾക്കുള്ള മുന്നറിയിപ്പുകാരനാണ്. വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കഠിനമായ ശിക്ഷ വരും. അപ്പോൾ അബൂലഹബ് പറഞ്ഞു, നിനക്ക് നാശം, ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു വരുത്തിയത്? ഈ സന്ദർഭത്തിൽ സൂറത്തുൽ മസദ് അവതരിച്ചു. അത് അബൂലഹബിന്റെയും കുടുംബത്തിന്റെയും നാശത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പായിരുന്നു. ആ മുന്നറിയിപ്പ് അക്ഷരം പ്രതി പുലർന്നു. പരസ്യ പ്രബോധനം തുടങ്ങിയതോടെ എതിർപ്പുകൾ ഉണ്ടായി. സത്യം പറയുക, അക്രമം ഉപേക്ഷിക്കുക, കുടുംബബന്ധം ചേർക്കുക, അന്ധവിശ്വാസങ്ങൾ വെടിയുക തുടങ്ങിയ നല്ല കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിച്ചത്. എന്നാൽ തിന്മയിലും അക്രമങ്ങളിലും മുഴുകി ജീവിച്ചിരുന്നവർക്ക് അത് ഉപേക്ഷിക്കാൻ മനസ്സ് വന്നില്ല. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മുസ്ലിങ്ങളെയും ഉപദ്രവിക്കാൻ തുടങ്ങി. പലരും കഠിന പീഡനങ്ങൾക്കിരയാകി. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ യജമാനൻ ഉമയ്യത്ത് നട്ടുച്ചയ്ക്ക് ചുട്ടുപഴുത്ത മണലിൽ കിടത്തി നെഞ്ചിൽ പാറക്കല്ല് കയറ്റിവെച്ചു. മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ തടങ്കലിലിട്ട് പീഡിപ്പിച്ചു. സുമയ്യ റളിയല്ലാഹു അൻഹ അബൂ ജഹലിന്റെ ക്രൂരമർദ്ദനമേറ്റ് രക്തസാക്ഷിയായി. ഖാലിദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹുവിനെ കൊടും പട്ടിണിക്കിട്ടു. സിന്നീറ റളിയല്ലാഹു അൻഹയ്ക്ക് ഏറ്റ പീഡനത്തിനാൽ അവരുടെ കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടു. എന്നാൽ ഈ പീഡനങ്ങൾ വിശ്വാസികളെ ഇസ്ലാം ദീനിൽ നിന്ന് പിന്തിരിപ്പിച്ചില്ല. ഈ പാഠം വായിച്ചത് കൂട്ടുകാർക്ക് മനസ്സിലാകില്ലേ? ഈ പാഠത്തിന്റെ അവസാനത്തിൽ ഒരു ബോക്സ് കൊടുത്തിരിക്കുന്നു.
സൊബറൻ ആല യാസിർ ഫ ഇന്ന മൗഇദകുമുൽ ജന്ന. ഇതിന്റെ അർത്ഥം, യാസിർ കുടുംബമേ ക്ഷമിക്കുക, നിങ്ങളുടെ വാഗ്ദത്ത കേന്ദ്രം സ്വർഗമാണ്. നമുക്കിനി ഈ പാഠത്തിലെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൽ ഒന്നാമത്തെ പ്രവർത്തനം നഖ്റഉ വനഫഹം. ഇവിടെ നമുക്ക് ആദ്യം ഇസ്ലാം സ്വീകരിച്ചവരും വലിയ മർദ്ദനത്തിന് വിധേയരായവരുമായ സ്വഹാബികളിൽ ചിലരുടെ പേരുകൾ കൊടുത്തിരിക്കുന്നു. അത് നമുക്ക് വായിച്ചു നോക്കാം. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു, സുമയ്യ റളിയല്ലാഹു അൻഹ, സിന്നീറ റളിയല്ലാഹു അൻഹ, ഖാലിദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹു, ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു. അടുത്തത് മുദ്ദസിർ, പുതപ്പിട്ട് മൂടിയവൻ. ഖും, എഴുന്നേൽക്കൂ. അൻസിർ, മുന്നറിയിപ്പ് നൽകൂ. കബ്ബിർ, വാഴ്ത്തൂ. അടുത്ത പേജ് നോക്കൂ. സൗബുൻ, വസ്ത്രം. സിയാബുൻ, വസ്ത്രങ്ങൾ. വസിയാബക ഫതഹിർ, അവിടുത്തെ വിശുദ്ധി നിലനിർത്തുക. സൂറത്തുൽ മസദ്, സൂറത്തു അബി ലഹബ്. റുജസ്, ദുർവൃത്തി. ഹജറ, വെടിഞ്ഞു. ലാ തംനുൻ തസ്തക്സിർ, കൂടുതൽ തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ദാനം ചെയ്യരുത്. വലി റബ്ബിക ഫസ്ബിർ, അങ്ങയുടെ നാഥനു വേണ്ടി ക്ഷമ കൈക്കൊള്ളുക. തബ്ബ, നശിച്ചു. ഖൈലുൻ, കുതിരപ്പട. യാ സ്വബാഹാഹ്, ഓടിവരൂ. അബൂ ലഹബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരൻ. അബൂ ജഹൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർത്തവരുടെ നേതാവിന്റെ പേര്. തദ്രീബാത്തിൽ രണ്ടാമത്തെ പ്രവർത്തനം നുജീബ്. അതിൽ ഒന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടതെങ്ങനെ? ഉത്തരം, ആകാശഭൂമിക്കിടയിൽ ഇരിക്കുന്ന മലക്കിനെ യഥാർത്ഥ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു. 2. ആദ്യം ഇസ്ലാം മതം സ്വീകരിച്ചതാരാണ്? ഉത്തരം, പ്രിയതമ ഖദീജ റളിയല്ലാഹു അൻഹയാണ്. 3. രഹസ്യ പ്രബോധനം എത്ര കാലം നീണ്ടുനിന്നു? ഉത്തരം, രഹസ്യ പ്രബോധനം 3 വർഷം നീണ്ടുനിന്നു. 4. സഫായുടെ മുകളിൽ കയറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളോട് എന്താണ് പറഞ്ഞത്? ഉത്തരം, ഞാൻ നിങ്ങൾക്കുള്ള മുന്നറിയിപ്പുകാരനാണ്. വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കഠിനമായ ശിക്ഷ വരും. 5. അബൂ ലഹബ് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്? ഉത്തരം, നിനക്ക് നാശം, ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു വരുത്തിയത്? 6. സൂറത്തു അബി ലഹബിന്റെ ഉള്ളടക്കം എന്ത്? ഉത്തരം, അത് അബൂ ലഹബിന്റെയും കുടുംബത്തിന്റെയും നാശത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പായിരുന്നു. 7. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മുസ്ലിങ്ങളെയും ഖുറൈശികൾ ഉപദ്രവിക്കാൻ കാരണമെന്ത്? ഉത്തരം, സത്യം പറയുക, അക്രമം ഉപേക്ഷിക്കുക, കുടുംബബന്ധം ചേർക്കുക, അന്ധവിശ്വാസങ്ങൾ വെടിയുക തുടങ്ങിയ നല്ല കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിച്ചത്. എന്നാൽ തിന്മയിലും അക്രമങ്ങളിലും മുഴുകി ജീവിച്ചിരുന്നവർക്ക് അത് ഉപേക്ഷിക്കാൻ മനസ്സ് വന്നില്ല. അതിനാൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മുസ്ലിങ്ങളെയും ഉപദ്രവിക്കാൻ തുടങ്ങി. 8. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ യജമാനൻ എങ്ങനെയാണ് പീഡിപ്പിച്ചത്? ഉത്തരം, ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ യജമാനൻ ഉമയ്യത്ത് നട്ടുച്ചയ്ക്ക് ചുട്ടുപഴുത്ത മണലിൽ കിടത്തി നെഞ്ചിൽ പാറക്കല്ല് കയറ്റിവെച്ചു. അടുത്ത പേജ് നോക്കൂ. തദ്രീബാത്തിൽ മൂന്നാമത്തെ പ്രവർത്തനം നസിൽ, യോജിച്ചവ പരസ്പരം ചേർക്കാനുള്ളതാണ്. 1. ബിലാൽ റളിയല്ലാഹു അൻഹു, സുമയ്യ റളിയല്ലാഹു അൻഹ, സിന്നീറ റളിയല്ലാഹു അൻഹ, മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു, ഖാലിദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹു. ഇപ്പുറത്ത് നോക്കൂ. 1. പീഡനമേറ്റ് രക്തസാക്ഷിയായി. 2. കൊടും പട്ടിണിക്കിട്ടു. 3. നെഞ്ചിൽ പാറക്കല്ല് വെച്ച് പീഡിപ്പിച്ചു. 4. പീഡനത്താൽ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. 5. തടവിലിട്ട് പീഡിപ്പിച്ചു. വലതുപുറത്ത് ഇസ്ലാമിന് വേണ്ടി പീഡനമേറ്റവരും ഇടതുപുറത്ത് അവർ എന്ത് പീഡനമാണോ ഏറ്റത് അത് കൊടുത്തിരിക്കുന്നു. ഓരോന്നിനും യോജിച്ചത് ചേർക്കണം. 1. ബിലാൽ റളിയല്ലാഹു അൻഹു, ശരിയായത് എന്താണ്? 3. നെഞ്ചിൽ പാറക്കല്ല് വെച്ച് പീഡിപ്പിച്ചു. അടുത്തത് സുമയ്യ റളിയല്ലാഹു അൻഹ, അതിന് ശരിയായത് 1. പീഡനമേറ്റ് രക്തസാക്ഷിയായി. 3. സിന്നീറ റളിയല്ലാഹു അൻഹ, ശരിയായത് 4. പീഡനത്താൽ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. അടുത്തത് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു, ഇതിന് ശരിയായത് 5.
തടവിലിട്ട് പീഡിപ്പിച്ചു. അടുത്തത് ഖാലിദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹു. അതിന് ശരിയായത് 2. കൊടും പട്ടിണിക്കിട്ടു. 3, 1, 4, 5, 2. തദ്രീബാത്തിൽ 4ാമത്തെ പ്രവർത്തനം നുൻഷ ഉൽ ജുമൽ. ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് വാചകങ്ങൾ നിർമ്മിക്കണം. 1. പീഡിപ്പിച്ചു. ഈ വാക്ക് വരുന്നത് പോലെ ഒരു വാക്യം. അപ്പൊ നോക്കൂ, ഖാലിദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ കൊടും പട്ടിണിക്കിട്ട് പീഡിപ്പിച്ചു. അടുത്ത വാക്ക് ആശ്ലേഷിച്ചു. നിരവധി സ്വഹാബിമാർ തുടക്കത്തിൽ തന്നെ ഇസ്ലാം ആശ്ലേഷിച്ചു. അടുത്ത വാക്ക് മുന്നറിയിപ്പ് നൽകി. നരകശിക്ഷയെക്കുറിച്ച് ഖുർആനിലൂടെ അല്ലാഹു തആല മുന്നറിയിപ്പ് നൽകി. അടുത്തത് പ്രബോധനം നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 വർഷത്തോളം രഹസ്യ പ്രബോധനം നടത്തി. അടുത്ത വാക്ക് ഉൾക്കിടിലം. ജിബ്രീൽ അലൈഹിസ്സലാമിനെ യഥാർത്ഥ രൂപത്തിൽ കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉൾക്കിടിലത്തോടെ വീട്ടിലേക്ക് മടങ്ങി. തദ്രീബാത്തിൽ 5ാമത്തെ പ്രവർത്തനം നുബയ്യിനു സിയാഖ്. സന്ദർഭം വ്യക്തമാക്കാനുള്ളതാണ്. ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു വരുത്തിയത്? ഇത് ആരോട് എപ്പോൾ പറഞ്ഞു? ആ സന്ദർഭം വ്യക്തമാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫാ കുന്നിന് മുകളിൽ കയറി ജനങ്ങളെ വിളിച്ചു വരുത്തി. എന്നിട്ട് അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കുള്ള മുന്നറിയിപ്പുകാരനാണ് എന്നും വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കഠിനമായ ശിക്ഷ വരുമെന്നും പറഞ്ഞപ്പോൾ അബൂലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ വാക്കുകളാണിത്. തദ്രീബാത്തിൽ 6ാമത്തെ പ്രവർത്തനം തഖ്സീസ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം എഴുതി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ആദ്യം ബിലാൽ റളിയല്ലാഹു അൻഹു എന്ന ഹെഡിങ് കൊടുക്കുക. അത്യധികം ക്ഷമാശീലരായിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു സ്വഹാബിമാരിൽ പ്രമുഖരായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളിൽ പ്രമുഖരും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വില കൊടുത്ത് മോചിപ്പിച്ച ഒരു അടിമയും ശത്രുക്കളിൽ നിന്ന് നിരവധി പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ പ്രമുഖ സ്വഹാബിയും കൂടിയായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു. മനോഹരമായ ശബ്ദത്തിനുടമയായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാമിലെ ആദ്യത്തെ മുഅദ്ദിനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരഞ്ഞെടുത്തു. ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ കടുത്ത പരീക്ഷണങ്ങൾക്ക് അദ്ദേഹം വിധേയനായി. യജമാനനായ ഉമയ്യത്ത് നട്ടുച്ചയ്ക്ക് മരുഭൂമിയിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോയി ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ കിടത്തി നെഞ്ചിൽ വലിയ പാറക്കല്ല് കയറ്റിവെച്ചു. വേദന കൊണ്ട് പുളഞ്ഞ ബിലാൽ റളിയല്ലാഹു അൻഹു എല്ലാം ക്ഷമിച്ചു. അല്ലാഹു തആല ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ആദരിച്ചു, സ്വർഗം നൽകി അനുഗ്രഹിച്ചു. ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്തും കൂട്ടുകാർക്ക് മനസ്സിലാകില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.